Hello dear students, all of you welcome to this video. Last day we discussed what is meant by a firm which is falling under section 184 and 185. Section 184 apply ചെയ്യുന്ന firms ഏതൊക്കെ firms എന്തൊക്കെ conditions fulfill ചെയ്യണം? A firm should have a partnership deed and that partnership deed should contain the definite shares of partners and a certified copy of that deed should be submitted along with the return of income, and the firm should comply with the provisions of section 144, 142 subsection 1, 143 subsection 2. Means if these conditions are met by a firm, that firm is falling under section 184. And if these conditions are not fulfilled, and any one of the condition is not fulfilled by the firm, that is falling under section 185. So what is the benefit available to firms which are falling under section 184? 184, 185 അങ്ങനെയാണ് നമ്മൾ അസസ്മെൻറ്റ് ഓഫ് പാർട്ണർഷിപ്പ് ഫേമിലെ എല്ലാ ഫേംസിനെയും നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ സെക്ഷൻ 184ൻ്റെ അകത്ത് വരുന്ന ഫേംസ് ദേ ആർ എലിജിബിൾ ടു ഡിഡക്റ്റ് ഇൻട്രസ്റ്റ് ആൻഡ് റെമ്യൂണറേഷൻ പെയ്ഡ് ടു ദി പാർട്ട്നേഴ്സ് വൈൽ കമ്പ്യൂട്ടിങ് ദെയർ ബിസിനസ് ഇൻകം. അപ്പോൾ ഇവിടെ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത് ബിസിനസ് ഇൻകമാണ്, ഫേമിൻ്റെ ബിസിനസ് ഇൻകമാണ്. അപ്പോൾ ഫേമിൻ്റെ ബിസിനസ് ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് 184 വരുന്ന ഫേംസ് ആണ് എങ്കിൽ, സെക്ഷൻ 184 വരുന്ന ഫേംസ് ആണ് എങ്കിൽ ദേ ക്യാൻ ഡിഡക്റ്റ് റെമ്യൂണറേഷൻ ആൻഡ് ഇൻട്രസ്റ്റ് പെയ്ഡ് ടു ദി പാർട്ട്നേഴ്സ്. ഓക്കെ, അപ്പോൾ 184ൻ്റെ അകത്ത് വന്നില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ദാറ്റ് ഫേം ഈസ് കമ്മിങ് അണ്ടർ സെക്ഷൻ 185. 185-ലാകുമ്പോൾ ദ ഫേം ഈസ് നോട്ട് അലൗഡ് ടു ഡിഡക്റ്റ് ഇൻട്രസ്റ്റ് ആൻഡ് റെമ്യൂണറേഷൻ പെയ്ഡ് ടു ഇറ്റ്സ് പാർട്ട്നേഴ്സ്. അപ്പോൾ ഇവിടെ നമ്മൾ റെമ്യൂണറേഷൻ എന്നുള്ളതിന് പല പേര് പറയാം. റെമ്യൂണറേഷൻ തന്നെ പറയണമെന്നില്ല. എന്തൊക്കെ പറയാം? സാലറി, കമ്മീഷൻ, ബോണസ്, ബൈ വാട്ട് എവർ നെയിം ഇറ്റ് ഈസ് കോൾഡ്. അതൊക്കെ എന്താണ്? ഇൻകം ടാക്സ് പർപ്പസിന് അതൊക്കെ എന്താണ്? റെമ്യൂണറേഷൻ പെയ്ഡ് ടു ഇറ്റ്സ് പാർട്ട്നേഴ്സാണ്. റെമ്യൂണറേഷൻ പെയ്ഡ് ബൈ ദി ഫേം ടു ഇറ്റ്സ് പാർട്ട്നേഴ്സാണ്. അപ്പോൾ 184 വരുന്ന ഫേംസ് ആണെങ്കിൽ അവർക്കുള്ള ബെനിഫിറ്റ് ഇതാണ്. ഈ പറഞ്ഞ ഇൻട്രസ്റ്റ് അതുപോലെ തന്നെ റെമ്യൂണറേഷൻ പെയ്ഡ് ടു ദി പാർട്ട്നേഴ്സ്, ഇത് രണ്ടും എന്ത് ചെയ്യാൻ പറ്റും? ഡിഡക്റ്റ് ചെയ്യാൻ പറ്റും ബിസിനസ് ഇൻകം കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ. 184 ഫുൾഫിൽ ചെയ്തില്ല എങ്കിൽ 185-ലാണ് വരിക. 185-ൽ വരുന്ന ഫേംസിന് ദേ ആർ നോട്ട് അലൗഡ് ടു ഡിഡക്റ്റ് ദീസ് ടു ഐറ്റംസ്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് ഫേമിൻ്റെ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ നിങ്ങൾക്കറിയാം 184-ൽ വരുന്ന ഫേംസ് ആണെങ്കിൽ ദേ ക്യാൻ ഡിഡക്റ്റ് ദ റെമ്യൂണറേഷൻ ആൻഡ് ഇൻട്രസ്റ്റ് പെയ്ഡ് ടു ഇറ്റ്സ് പാർട്ട്നേഴ്സ്. അങ്ങനെ ഡിഡക്റ്റ് ചെയ്യുമ്പോൾ വി ഹാവ് ടു കീപ്പ് ഇൻ മൈൻഡ് വൺ സെക്ഷൻ, സെക്ഷൻ 40 സബ്സെക്ഷൻ ബി. എന്താണ് ഈ സെക്ഷൻ 40 സബ്സെക്ഷൻ ബി എന്നുള്ളത് നോക്കാം. ആ സെക്ഷൻ 40B ആണ് എന്ത് ചെയ്യേണ്ടത്? 40B should be adhered by the firm while calculating remuneration or interest. അപ്പോൾ ഇൻട്രസ്റ്റ് ആൻഡ് റെമ്യൂണറേഷൻ ഡിഡക്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഫേംസ് എങ്ങനെയാണ്, എത്ര എമൗണ്ടാണ് റെമ്യൂണറേഷനായിട്ട് അവർക്ക് കാണിക്കാൻ പറ്റുക, അല്ലെങ്കിൽ എത്രയാണ് ഇൻട്രസ്റ്റ് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുക, ഈ രണ്ട് ഐറ്റംസ് ഡിസൈഡ് ചെയ്യുന്നത് ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ സെക്ഷൻ 40B. അപ്പോൾ നമുക്ക് 3 സെക്ഷൻസ് ആണ് പഠിക്കാനുള്ളത്. ഒന്ന് 184, രണ്ടാമത്തെ 185, മൂന്നാമത്തത് സെക്ഷൻ 40B. സെക്ഷൻ 40Bൻ്റെ അകത്താണ് എത്ര എമൗണ്ടാണ് റെമ്യൂണറേഷൻ അല്ലെങ്കിൽ എത്ര എമൗണ്ടാണ് ഇൻട്രസ്റ്റ് ഫേംസിന് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് സ്പെസിഫൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ സെക്ഷൻ 40Bൻ്റെ അകത്ത് സ്പെസിഫൈ ചെയ്തിട്ടുള്ളത് പ്രകാരം കാൽക്കുലേറ്റ് ചെയ്ത് റെമ്യൂണറേഷൻ ആൻഡ് ഇൻട്രസ്റ്റ് എ ഫേം ക്യാൻ ഡിഡക്റ്റ് വൈൽ കമ്പ്യൂട്ടിംഗ് ദ ബിസിനസ് ഇൻകം. അതിൻ്റെ എക്സസ് ആണ് എങ്കിൽ ദാറ്റ് എക്സസ് വിൽ നോട്ട് ബി അലൗഡ് ടു ഡിഡക്റ്റ് വൈൽ കമ്പ്യൂട്ടിംഗ് ദ ബിസിനസ് ഇൻകം, മീൻസ് ദാറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദി ബിസിനസ് ഇൻകം ഓഫ് ദി ഫേം. ഇനി എന്തൊക്കെയാണ്? ദ പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 40B പ്രൊവൈഡ്സ് ദാറ്റ് ദ ഫോളോയിങ് എക്സ്പെൻസസ് ഷാൽ നോട്ട് ബി അലൗഡ്. ഏതൊക്കെ എക്സ്പെൻസസ് ആണ് നമുക്ക് 40Bൻ്റെ അകത്ത് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റാത്തത്? അതാണ് കൊടുത്തിട്ടുള്ളത്. ആദ്യത്തേതാണ് സാലറി, ബോണസ്, കമ്മീഷൻ ഓർ അതർ റെമ്യൂണറേഷൻ പെയ്ഡ് ഓർ പേയബിൾ ടു എനി പാർട്ട്ണർ ഓഫ് ദ ഫേം ഹു ഈസ് നോട്ട് എ വർക്കിംഗ് പാർട്ട്ണർ. മീൻസ് ഇഫ് ദ പാർട്ട്ണർ ഈസ് നോട്ട് എ വർക്കിംഗ് പാർട്ട്ണർ ആൻഡ് ഇഫ് ദ ഫേം ഈസ് പേയിങ് റെമ്യൂണറേഷൻ, സാലറി, കമ്മീഷൻ, by whatever name it is called, to that partner
that will not be allowed while computing the business income. അപ്പോൾ ബിസിനസ് ഇൻകം കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ റെമ്യൂണറേഷൻ ഡിഡക്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ സെക്ഷൻ 40B പറയുന്നുണ്ട് എത്ര എമൗണ്ട് ഡിഡക്റ്റ് ചെയ്യാന്നുള്ളത്. അത് തന്നെ വർക്കിംഗ് പാർട്ട്ണറിന് പ്രൊവൈഡ് ചെയ്യുന്ന റെമ്യൂണറേഷനാണ് അലൗ ചെയ്യുന്നത്, ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇനി ആരാണ് വർക്കിംഗ് പാർട്ട്ണർ? Working partner means an individual who is actively engaged in the conducting of affairs of the business or profession of the firm of which he is a partner. Non-working partner may be a financing partner, a dormant partner or a sleeping partner. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ പാർട്ട്ണർഷിപ്പ് ഫേംസ് അതിൻ്റെ തിയറി പഠിച്ചപ്പോൾ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും അല്ലേ. അപ്പോൾ ഒന്നെന്ന് പറയുന്നത് സാലറി, ബോണസ്, കമ്മീഷൻ എക്സെട്ര പെയ്ഡ് ടു ദി വർക്കിംഗ് പാർട്ണർ ഈസ് അലൗഡ് ടു ബി ഡിഡക്റ്റഡ് ഇഫ് ദാറ്റ് ഈസ് നോട്ട് പെയ്ഡ് ടു എ വർക്കിംഗ് പാർട്ണർ വിച്ച് ഈസ് ഡിസലൗഡ് വൈൽ കമ്പ്യൂട്ടിംഗ് ദ ബിസിനസ് ഇൻകം. ഓക്കെ, സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് പേയ്മെൻറ്റ് ഓഫ് റെമ്യൂണറേഷൻ വിച്ച് ഈസ് നൈദർ ഓതറൈസ്ഡ് നോർ ഇൻ അക്കോർഡൻസ് വിത്ത് ദി ടേംസ് ഓഫ് പാർട്ണർഷിപ്പ് ഡീഡ് ടു എനി പാർട്ണർ ബീങ് എ വർക്കിംഗ് പാർട്ണർ ഈസ് ഡിസലൗഡ്. റെമ്യൂണറേഷൻ, ഇൻട്രസ്റ്റ്, കമ്മീഷൻ ഒക്കെ ഡിഡക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദാറ്റ് ഷുഡ് ബി ഓതറൈസ്ഡ് ബൈ ദി പാർട്ണർഷിപ്പ് ഡീഡ്. അതാണല്ലോ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് അല്ലേ. പാർട്ണർഷിപ്പ് ഡീഡ് ഉണ്ടാകും. ആ ഡീഡിൻ്റെ അകത്ത് പറയുന്നത് പ്രകാരം അല്ല എങ്കിൽ, അല്ലെങ്കിൽ അത് ഓതറൈസ് ചെയ്തിട്ടില്ല, ഈ റെമ്യൂണറേഷൻ, ഇൻട്രസ്റ്റ് ഓതറൈസ് ചെയ്തിട്ടില്ല, അങ്ങനെ നിങ്ങൾ വർക്കിംഗ് പാർട്ട്ണറിന് കൊടുത്താൽ പോലും ദാറ്റ് ഈസ് ഡിസലൗഡ്. Okay, third one, payment of interest which is neither authorized nor in accordance with the terms of partnership deed to any partner is disallowed. ഓക്കെ, ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലാണ്. അതെല്ലാ പാർട്ട്നേഴ്സിനും യൂഷ്വലി അലൗ ചെയ്യും. അത് തന്നെ ഇഫ് ദാറ്റ് ഈസ് നോട്ട് അക്കോർഡിംഗ് ടു യുവർ പാർട്ട്ണർഷിപ്പ് ഡീഡ് ദാറ്റ് ഈസ് ഓൾസോ ഡിസലൗഡ്. ഇനി വേറൊരു കാര്യം എന്ന് പറയുന്നത് പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓതറൈസ്ഡ് ബൈ ആൻഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദി പാർട്ണർഷിപ്പ് ഡീഡ് റിലേറ്റിംഗ് ടു എനി പീരിയഡ് ഫോളോയിങ് after the date of partnership deed to any partner exceeding 12% per annum is disallowed. Means maximum amount of interest that can be deducted while computing the business income of a firm is 12%. അപ്പോൾ 40B പറയുന്നത് ഇൻട്രസ്റ്റ് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുന്നത് 12% ആണ്. 12%-ലധികം ഇൻട്രസ്റ്റ് ഫേം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ അവർക്ക് വേണമെങ്കിൽ കൊടുക്കാം. പക്ഷേ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ, ബിസിനസ് ഇൻകം കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ 12% മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇൻട്രസ്റ്റ് ആയിട്ട്. 12%-ൽ എക്സസ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് എക്സസ് ഈസ് ദ ബിസിനസ് ഇൻകം. ഫോർ ദാറ്റ് യു ഹാവ് ടു പേ ടാക്സ്. ഫോർ ദാറ്റ് ദ ഫേം ഹാസ് ടു പേ ഇൻകം ടാക്സ്. ഇപ്പോൾ 12% വരെയാണെന്ത് ഇൻട്രസ്റ്റ് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുക. ഇനി റെമ്യൂണറേഷൻ എത്രയാണ് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുക? 2 ഐറ്റംസാണ് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുക 184 വരുന്ന ഫേംസിന്. ഒന്ന് റെമ്യൂണറേഷനാണ്, വേറൊന്ന് ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ ഇൻട്രസ്റ്റിൻ്റെ മാക്സിമം എന്ന് പറയുന്നത് 12% ആണ്. അതിൽ എക്സസ് ഉണ്ടെങ്കിൽ ആ എക്സസ് വിൽ നോട്ട് ബി അലൗഡ് ടു ബി ഡിഡക്റ്റഡ് ഈവൻ ഇഫ് ദാറ്റ് ഈസ് എ ഫേം ഫോളിങ് അണ്ടർ സെക്ഷൻ 184. 185-ൽ വരുന്ന ഫേംസ് ആണെങ്കിൽ ഈ പറഞ്ഞ ഡിഡക്ഷൻ ഒന്നും അവർക്ക് സ്കോപ്പില്ല. അതൊക്കെ എന്താണ്, അവരെ ബിസിനസ് ഇൻകമായിട്ട് ട്രീറ്റ് ചെയ്യും. അതിനൊക്കെ ഫേം എന്ത് ചെയ്യേണ്ടി വരും, ടാക്സ് കൊടുക്കേണ്ടി വരും. ഇനി റെമ്യൂണറേഷൻ എത്രയാണ് ഡിഡക്റ്റ് ചെയ്യുക? അതാണ് ലാസ്റ്റ് പോയിന്റ് കൊടുത്തിട്ടുള്ളത്. പേയ്മെൻറ്റ് ഓഫ് റെമ്യൂണറേഷൻ ഓതറൈസ്ഡ് ബൈ ആൻഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദി പാർട്ണർഷിപ്പ് ഡീഡ് റിലേറ്റിംഗ് ടു എനി പീരിയഡ് ഫോളിങ് ആഫ്റ്റർ ദ ഡേറ്റ് ഓഫ് പാർട്ണർഷിപ്പ് ഡീഡ് ടു എനി വർക്കിംഗ് പാർട്ണർ എക്സീഡിങ് ദ സ്പെസിഫൈഡ് ലിമിറ്റ് ഈസ് ഡിസലൗഡ്. അപ്പോൾ ആ ഒരു പോയിൻറ്റിൻ്റെ അകത്ത് തന്നെ പറയുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. റെമ്യൂണറേഷൻ പെയ്ഡ് ടു വർക്കിംഗ് പാർട്ണർ ഈസ് ഓൺലി അലൗഡ് ടു ബി ഡിഡക്റ്റഡ്. ദാറ്റ് ഷുഡ് ബി ഓതറൈസ്ഡ് ബൈ യുവർ പാർട്ണർഷിപ്പ് ഡീഡ് ആൻഡ് ദാറ്റ് ഈസ് ആഫ്റ്റർ ദ ഡേറ്റ് ഓഫ് യുവർ പാർട്ണർഷിപ്പ് ഡീഡ്. ഈ 3 കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്താൽ മാത്രമേ റെമ്യൂണറേഷൻ ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഡിഡക്റ്റ് ചെയ്യുന്ന റെമ്യൂണറേഷന് ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ദ സ്പെസിഫൈഡ് ലിമിറ്റ് ഈസ് ആസ് ഫോളോസ്. എന്താണ് specified limit? On the first 3 lakh of book profit or in case of loss 1,50,000 or 90% of book profit whichever is more. കാണുന്നുണ്ടല്ലോ നിങ്ങളല്ലേ? ഈ പോയിൻ്റാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബുക്ക് പ്രോഫിറ്റ് ആദ്യം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. എന്താണ് ബുക്ക് പ്രോഫിറ്റ് എന്നുള്ളത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യും. അതിൻ്റെ ഒരു PDF നിങ്ങൾക്ക് ഞാൻ ഓൾറെഡി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് ബുക്ക് പ്രോഫിറ്റ് എന്നുള്ളത് നമുക്ക് നോക്കാം. എനിവേ,
ഇപ്പോൾ ബുക്ക് പ്രോഫിറ്റ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ബുക്ക് പ്രോഫിറ്റ് 3 lakhs ആണെങ്കിൽ ഫസ്റ്റ് 3 lakhsൻ്റെ മുകളിലാണ് നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ബുക്ക് പ്രോഫിറ്റ് 5 lakh ഉള്ള ഒരു ഫേം ആണെങ്കിൽ അതിൽ ആദ്യത്തെ 3 lakhsന് 90%. അപ്പോൾ 3 lakhsൻ്റെ 90% എന്ന് പറഞ്ഞാൽ 2,70,000 rupees ഓർ 1,50,000 വിച്ച് എവർ ഈസ് മോർ എന്ന് വെച്ചാൽ നമുക്ക് 2,70,000 ആണ് മോർ ഉള്ളത്. അപ്പോൾ 2,70,000. പിന്നെ ബാലൻസ് ബുക്ക് പ്രോഫിറ്റ് എത്രയാണുള്ളത്? 2 lakhs ആണുള്ളത്. 2 lakhs ആകെ ബുക്ക് പ്രോഫിറ്റ്സ് 5 lakh ആണെങ്കിൽ ബുക്ക് പ്രോഫിറ്റിലെ ഫസ്റ്റ് 3 lakhsന് നമ്മൾ 90% കാൽക്കുലേറ്റ് ചെയ്തു. ദാറ്റ് ഈസ് 2,70,000. ബാക്കി വരുന്ന 2 lakhsന് 60% എന്ന് വെച്ചാൽ 1,20,000. അപ്പോൾ എത്രയായി? 2,70,000 പ്ലസ് 1,20,000 3,90,000 ആണ് maximum amount of remuneration that you can deduct while computing the business income of the firm. അപ്പോൾ നിങ്ങൾ പ്രൊവൈഡ് ചെയ്ത റെമ്യൂണറേഷൻ, ഇപ്പോൾ നിങ്ങൾക്ക് 4 പാർട്ട്നേഴ്സ് ഉണ്ടായിരുന്നു, 4 പാർട്ട്നേഴ്സിനും കൂടെ പ്രൊവൈഡ് ചെയ്ത ടോട്ടൽ റെമ്യൂണറേഷൻ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 3,50,000 ആണ്. അപ്പോൾ നിങ്ങൾ 40B പ്രകാരം ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മാക്സിമം റെമ്യൂണറേഷൻ യു ക്യാൻ ഡിഡക്റ്റ് അപ് ടു 3,90,000. അപ്പോൾ ആക്ച്വലി ഫേം പ്രൊവൈഡ് ചെയ്തത് 3,50,000 ആണെങ്കിൽ 3,50,000 ഈസ് ദ amount of remuneration that you can deduct while computing the business income. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇനി എന്താണ് ബുക്ക് പ്രോഫിറ്റ് എന്നുള്ളതാണ് നോക്കാനുള്ളത്. അപ്പോൾ 2 കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. 184 വരുന്ന ഫേംസ് ആണെങ്കിൽ മാത്രമേ ഇൻട്രസ്റ്റ് ആൻഡ് റെമ്യൂണറേഷൻ നിങ്ങൾക്ക് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. റെമ്യൂണറേഷൻ പല പേരിൽ പറയാം, കമ്മീഷൻ, ബോണസിനൊക്കെ നമ്മൾ റെമ്യൂണറേഷൻ്റെ കാറ്റഗറിയിലാണ് പെടുത്തുക. 185 വരുന്നതാണെങ്കിൽ ഈ 2 ഐറ്റംസ് അവർക്ക് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റില്ല. 184 വരുന്ന ഫേംസ് ആണ് എങ്കിൽ അവർക്ക് ഡിഡക്റ്റ് ചെയ്യുമ്പോൾ 40Bയിൽ ഒരു ലിമിറ്റ് കൊടുത്തിട്ടുണ്ട്. ആ ലിമിറ്റ് പ്രകാരമുള്ള ഇൻട്രസ്റ്റ് അതുപോലെ റെമ്യൂണറേഷനെ ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇൻട്രസ്റ്റിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് 12% ആണ്. അതുപോലെ തന്നെ റെമ്യൂണറേഷൻ്റെ ലിമിറ്റാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ബുക്ക് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അതിൻ്റെ ഫസ്റ്റ് 3 lakhsന് 90% ഓർ 1,50,000 വിച്ച് എവർ ഈസ് മോർ. ബാക്കി വരുന്ന ബാലൻസ് ബുക്ക് പ്രോഫിറ്റിൻ്റെ മുകളിൽ 60% കാൽക്കുലേറ്റ് ചെയ്യണം. അങ്ങനെ കിട്ടിയ ടോട്ടൽ എമൗണ്ട് ആക്ച്വൽ റെമ്യൂണറേഷനായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ആക്ച്വൽ റെമ്യൂണറേഷൻ ഇപ്പോൾ നമ്മളുടെ എക്സാമ്പിളിൽ 3,50,000ഉം ലിമിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 3,90,000 ആയിരുന്നു. അപ്പോൾ ആക്ച്വലി പ്രൊവൈഡ് ചെയ്ത എമൗണ്ട് 3,50,000 ദാറ്റ് ഈസ് അലൗഡ് ടു ബി ഡിഡക്റ്റഡ്. ഇനി നേരെ തിരിച്ചാണ് കിട്ടിയതെങ്കിലോ ആക്ച്വൽ റെമ്യൂണറേഷൻ 4 lakh ആയിരുന്നു. നമ്മൾ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് 3,90,000 ആണെങ്കിൽ 3,90,000 ഓൺലി ദ ഫേം ഈസ് അലൗഡ് ടു ഡിഡക്റ്റ്. അപ്പോൾ അത്രയും ക്ലിയർ ആയല്ലോ. ഇനി ഒരു ഫേമിന് ഇപ്പോൾ ആകെയുള്ള ബുക്ക് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1 lakh ആണ് എങ്കിൽ ഇവിടെ നമ്മൾ എങ്ങനെയാണ് കാണുക? 1 lakh ആകുമ്പോൾ 1 lakhൻ്റെ 90% എന്ന് പറഞ്ഞാൽ 90,000 rupees ആണ്. അപ്പോൾ നമ്മൾ 90,000 എല്ലാം എടുക്കുക. 1,50,000 ഈസ് ദ റെമ്യൂണറേഷൻ ദാറ്റ് ദ ഫേം ക്യാൻ ഡിഡക്റ്റ്. അത് നമ്മൾ ആക്ച്വൽ റെമ്യൂണറേഷൻ പ്രൊവൈഡഡ് ബൈ ദി ഫേം ആയിട്ട് കമ്പയർ ചെയ്ത് ഏതാണോ കുറവുള്ളത് അതാണ് റെമ്യൂണറേഷൻ ഫേം ഡിഡക്റ്റ് ചെയ്യുക ബിസിനസ് ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ അത്രയും കാര്യം ക്ലിയർ ആയി എന്ന് വിചാരിക്കണം. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് 40Bൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. എന്തൊക്കെയാണ്? പാർട്ട്ണർ ഇൻ റെപ്രസെൻറ്റേറ്റീവ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ആരാണ്? പാർട്ട്ണർ, എ പേഴ്സൺ റെപ്രസെൻറ്റിങ് അനദർ പേഴ്സൺ അല്ലേ? An individual who is a partner in a firm on behalf or for the benefit of any other person is called a partner in representative capacity. അപ്പോൾ പാർട്ട്ണർ ഇൻ റെപ്രസെൻറ്റേറ്റീവ് കപ്പാസിറ്റി ഒരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ഉണ്ടെങ്കിൽ അതായത് ആ ഇൻഡിവിജ്വൽ റെപ്രസെൻറ്റിങ് അനദർ പേഴ്സൺ വേറൊരാളുടെ ബെനിഫിറ്റിന് വേണ്ടി വേറൊരു പാർട്ട്ണറിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇൻഡിവിജ്വൽ പാർട്ട്ണറിലുണ്ടെങ്കിൽ അയാളെ നമ്മൾ പാർട്ട്ണർ ഇൻ റെപ്രസെൻറ്റേറ്റീവ് കപ്പാസിറ്റി എന്ന് പറയാം. ആ ആൾക്ക് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റെമ്യൂണറേഷനൊക്കെ ഇൻട്രസ്റ്റ് ഈ കാറ്റഗറിയിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഇനി ബുക്ക് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? തേർഡ് ഐറ്റം നോക്കിയാൽ തേർഡ് ഐറ്റം ബുക്ക് പ്രോഫിറ്റ് മീൻസ് the net profit as per the profit and loss account for the relevant previous year computed in accordance with the provisions contained in section 28 to 44 DB as increased by the aggregate amount of remuneration
paid or payable to all partners of the firm if such amount has been deducted while computing the net profit. ഓക്കെ, അപ്പോൾ ആ ഒരു പോയിൻ്റാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. വർക്കിംഗ് പാർട്ട്ണർ ആരാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇനി 40B-ൻ്റെ അകത്ത് റെമ്യൂണറേഷൻ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റെമ്യൂണറേഷനൊക്കെ ഡിഡക്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ദാറ്റ് ഷുഡ് ബി ഓതറൈസ്ഡ് ആൻഡ് ഷുഡ് ബി സ്റ്റേറ്റഡ് ഇൻ ദി പാർട്ണർഷിപ്പ് ഡീഡ്. ദെൻ ഓൺലി ദ ഫേം ഈസ് അലൗഡ് ടു ഡിഡക്ട് ദ റെമ്യൂണറേഷൻ അണ്ടർ സെക്ഷൻ 40B. ഓക്കെ, ആ കാര്യങ്ങളാണല്ലോ. അപ്പോൾ നമുക്ക് ബുക്ക് പ്രോഫിറ്റ് അവിടെ കൊടുത്ത ആ ഒരു തിയറീൻ്റെ ജസ്റ്റ് ഒരു സ്പെസിമെൻ നോക്കാം, അല്ലെങ്കിൽ ഒരു ചാർട്ട് ടൈപ്പ് അതിൻ്റെ പ്രസൻറ്റേഷൻ നോക്കാം. അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ബുക്ക് പ്രോഫിറ്റ് ആണ് ആദ്യം നമുക്ക് റെമ്യൂണറേഷൻ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ വേണ്ട ഐറ്റം. അപ്പോൾ ബുക്ക് പ്രോഫിറ്റ് കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു അഡ്ജസ്റ്റ് ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓഫ് ദി ഫേം. അപ്പോൾ നമ്മൾ സെക്ഷൻ 28 to 44 എന്ന് പറയുന്നത് എവിടെ പഠിച്ചതാണ്? പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓഫ് പ്രൊഫഷനിലെ സെക്ഷൻസ് ആണ്. എക്സ്പെൻസസ് എക്സ്പ്രസ്ലി അലൗഡ്, ഡിസലൗഡ്, ഓൾ ദോസ് തിങ്സ് ആർ ദർ in section 28 to 44 അല്ലേ? അല്ലെങ്കിൽ എക്സ്പെൻസസ് അലൗഡ് അണ്ടർ സർട്ടൻ സർക്കംസ്റ്റാൻസസ്, ജനറൽ കൊമേഴ്ഷ്യൽ പ്രിൻസിപ്പിൾ വി അപ്ലൈ, ഓൾ ദോസ് തിങ്സ് ആർ ഡിസ്കസ്ഡ് അണ്ടർ ദി ഹെഡ് പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓഫ് പ്രൊഫഷൻ. അപ്പോൾ ആ കാര്യങ്ങൾ കംപ്ലീറ്റ് നമുക്ക് അറിയണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ അഡ്ജസ്റ്റ് ചെയ്യണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ നമ്മൾ എങ്ങനെയാണോ പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓഫ് പ്രൊഫഷൻ ആ ഹെഡിൽ നമ്മൾ എങ്ങനെയാണോ ഇൻകം ഫ്രം ബിസിനസ് കമ്പ്യൂട്ട് ചെയ്തത് അവിടെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഓർക്കേണ്ടതുണ്ടോ ആ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പോൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യും? ഇൻഅഡ്മിസിബിൾ ഐറ്റംസ്, അതായത് എക്സ്പെൻസസ് നോട്ട് അലൗഡ് നമ്മൾ ഡെബിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ ആഡ് ബാക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഐറ്റംസ് വിച്ച് ആർ അലൗഡ് ബട്ട് എന്താണ് നമ്മൾ ഡിഡക്റ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അത് നമ്മൾ ഡിഡക്റ്റ് ചെയ്യണം. വേറെ അതർ ഇൻകംസ്, അതർ സോഴ്സസ്, അപ്പോൾ റെൻറ്റ് അങ്ങനെയുള്ള വേറെ ഏതെങ്കിലും ഹെഡിൽ വരുന്ന ഇൻകംസൊക്കെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയും നമ്മൾ ഡിഡക്റ്റ് ചെയ്യണം. അത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷനിൽ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ അത് എങ്ങനെയാണോ ചെയ്തത് അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? അഡ്ജസ്റ്റ് ചെയ്യണം. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന പ്രോഫിറ്റിൻ്റെ അകത്ത് നിന്ന് ഒരൊറ്റ ഐറ്റം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൂ. അതെന്താണ്? റെമ്യൂണറേഷൻ പെയ്ഡ് ടു പാർട്ട്നേഴ്സ്. ഇപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ലിമിറ്റൊക്കെ നോക്കി കാൽക്കുലേറ്റ് ചെയ്ത് ഡിഡക്റ്റ് ചെയ്ത പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ചാർജ് ചെയ്ത ഒരു റെമ്യൂണറേഷൻ ഉണ്ട്. ആ റെമ്യൂണറേഷനും കൂടെ എന്ത് ചെയ്യണം? തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. അത് നിങ്ങൾ ഓൾറെഡി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് റെമ്യൂണറേഷൻ ടു ബി ആഡഡ് ബാക്ക്. ഓക്കെ, അതുപോലെ ഇൻട്രസ്റ്റ് പക്ഷേ ബുക്ക് പ്രോഫിറ്റ് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം, രണ്ട് ഐറ്റംസാണ് നമ്മൾ പഠിച്ചത്, ഒന്ന് ഇൻട്രസ്റ്റ് ഒന്ന് റെമ്യൂണറേഷനും. റെമ്യൂണറേഷന് കംപ്ലീറ്റ്ലി ദാറ്റ് വി ഹാവ് ടു ആഡ് ബാക്ക് ഇഫ് ദാറ്റ് ഈസ് ഡെബിറ്റഡ് ടു യുവർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇൻട്രസ്റ്റ് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ എക്സസ് 12% അധികം നിങ്ങൾ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് എക്സസ് ടു ബി ആഡഡ് ബാക്ക്. 12% യു ക്യാൻ ഡിഡക്റ്റ് വെൽ കമ്പ്യൂട്ടിങ് ബുക്ക് പ്രോഫിറ്റ്. അപ്പോൾ ആദ്യം കമ്പ്യൂട്ട് ചെയ്യേണ്ടത് ബുക്ക് പ്രോഫിറ്റാണ്. ആകെ ഒരൊറ്റ ഐറ്റത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് മാത്രമേ പഠിക്കാനുള്ളൂ. റെമ്യൂണറേഷൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആഡ് ബാക്ക് ചെയ്യണം. ബാക്കി സെക്ഷൻ 28 to 44 കംപ്ലീറ്റ് പ്രൊവിഷൻസ് ദാറ്റ് വി ഹാവ് ടു കീപ്പ് ഇൻ മൈൻഡ്. അപ്പോൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടുന്നതാണെന്ത്? ബുക്ക് പ്രോഫിറ്റ്. ഇനി ഈ ബുക്ക് പ്രോഫിറ്റിൻ്റെ അകത്തുനിന്ന് എന്തൊക്കെ നമ്മൾ മൈനസ് ചെയ്യണം, എങ്ങനെയാണ് നമ്മൾ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുക എന്നുള്ളത് നോക്കാം. ബുക്ക് പ്രോഫിറ്റ് ഓഫ് ദി ഫേം ഫ്രം വിച്ച് ദ ഫേം ഈസ് അലൗഡ് ടു ഡിഡക്ട് റെമ്യൂണറേഷൻ പെയ്ഡ് ടു വർക്കിംഗ് പാർട്ട്നേഴ്സ് ഇഫ് ദാറ്റ് ഈസ് ഓതറൈസ്ഡ് ബൈ ദി പാർട്ണർഷിപ്പ് ഡീഡ് ആൻഡ് ദാറ്റ് ഈസ് പെയ്ഡ് ആഫ്റ്റർ ദി ഡേറ്റ് ഓഫ് ദി പാർട്ണർഷിപ്പ് ഡീഡ്. ഇപ്പോൾ വർക്കിംഗ് പാർട്ട്നേഴ്സിനാവണം എന്നുള്ള കണ്ടീഷൻസൊക്കെ ഫുൾഫിൽ ചെയ്യണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആക്ച്വൽ റെമ്യൂണറേഷൻ നോക്കണം. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത ലിമിറ്റ് അണ്ടർ സെക്ഷൻ 40B നോക്കണം. വിച്ച് എവർ ഈസ് ലോവർ വിൽ ബി അലൗഡ് ആസ് എ ഡിഡക്ഷൻ, അല്ലെങ്കിൽ വിച്ച് ക്യാൻ ബി ഡിഡക്റ്റഡ് വൈൽ കമ്പ്യൂട്ടിങ് ദ ബിസിനസ് ഇൻകം ഓഫ് ദി ഫേം. അപ്പോൾ ബുക്ക് പ്രോഫിറ്റിൻ്റെ അകത്തുനിന്ന് ആകെ റെമ്യൂണറേഷൻ മാത്രമേ ഉള്ളൂ ഡിഡക്റ്റ് ചെയ്യാൻ. അങ്ങനെ ഡിഡക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നതാണ് എന്ത്? പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓഫ് പ്രൊഫഷൻ ഓഫ് ദി ഫേം. ഇനി ഫേമിന് വേറെ ഏതെങ്കിലും ഹെഡ്സിൻ്റെ അകത്ത് ഇൻകം ഉണ്ടെങ്കിൽ അതും കൂടെ നമ്മൾ ആഡ് ചെയ്യുക. അങ്ങനെ നമുക്ക് ഡിഫറെൻറ്റ് ഹെഡ്സിൻ്റെ ഇൻകം എല്ലാം കൂടെ ആഡ് ചെയ്താൽ കിട്ടുന്നതാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം. From the gross total income deductions under section 80C to 80U will be allowed. 80C to 80U എന്ന് പറയുമ്പോൾ 80Cയിലൊന്നും ഫേമിന് ഡിഡക്ഷൻ ഇല്ല. ഫേമിൻ്റെ ഡിഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 80G ഓൺവേർഡ്സ് ആണ്. അപ്പോൾ ഡിഡക്ഷൻസ് സെക്ഷൻസ് ഐ വിൽ റീഡ് ഔട്ട്. 80G, 80GGA,
GGC, IA, IAB, IAC, IB, IBA, IC, IE, JJA and JJAA. These are the deductions which are permissible for a firm. അപ്പോൾ നമ്മൾ ഡിഡക്ഷൻസിൻ്റെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഈ ഡിഡക്ഷൻസ് ഒന്നും ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ് അണ്ടർ സെക്ഷൻ 111A അതുപോലെ തന്നെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസിനും അലൗ ചെയ്യുന്നതല്ല. അപ്പോൾ ഡിഡക്ഷൻസ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ അണ്ടർ 111A ആൻഡ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് അണ്ടർ സെക്ഷൻ 112 ഓർ 112A ഇത് രണ്ടിനും എന്ത് അലൗ ചെയ്യില്ല? ഡിഡക്ഷൻസ് നമ്മൾ അലൗ ചെയ്യില്ല. അങ്ങനെ കമ്പ്യൂട്ട് ചെയ്ത ടോട്ടൽ ഇൻകത്തിൻ്റെ മുകളിലാണ് നമ്മൾ എന്ത് കമ്പ്യൂട്ട് ചെയ്യുക? ഫേമിൻ്റെ ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക. ഹിയർ ഓൾസോ യു ഹാവ് ടു റിമെമ്പർ ദി പ്രൊവിഷൻസ് ഓഫ് ഓൾട്ടർനേറ്റ് മിനിമം ടാക്സ്. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സ് ലയബിലിറ്റി നോക്കുമ്പോൾ ഫേമിൻ്റെ ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ് അണ്ടർ 111A 15% ആണെന്നുള്ളത് നമുക്കറിയാം. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസിന് 10 or 20% ഇൻഡെക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻഡെക്സ് ചെയ്ത് കമ്പ്യൂട്ട് ചെയ്താൽ 20%, വിത്തൗട്ട് ഇൻഡെക്സേഷൻ ആണെങ്കിൽ 10% എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. 112A വരുന്ന ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ആണെങ്കിൽ 10%, അതുപോലെ ക്യാഷ്വൽ ഇൻകംസിന് 30%. ഇതൊക്കെ മാറ്റി വെച്ച ബാക്കിയുള്ളതാണ് ആക്ച്വലി ഫേമിൻ്റെ ഇൻകം. ആ ഇൻകത്തിന് ഫേമിൻ്റെ ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 30% ആണ്. ഇപ്പോൾ ഇൻഡിവിജ്വലിൻ്റെ പോലെ അല്ലെങ്കിൽ HUFൻ്റെ പോലെ അവിടെ സ്ലാബ് റേറ്റ് അല്ല, ഫ്ലാറ്റ് റേറ്റ് ഓഫ് 30% ആണ്. 30% എന്ന് പറയുന്നതാണ് ഏറ്റവും കൂടുതൽ വരുന്ന ടാക്സ് ലയബിലിറ്റി. അതിനെ നമ്മൾ എന്ത് പറയും? MMR എന്ന് പറയും, മാക്സിമം മാർജിനൽ റേറ്റ് എന്ന് പറയാം. പിന്നെ ഫേമിനും എന്തുണ്ട്? സർചാർജ് ഉണ്ട്. ഇഫ് ദ ടോട്ടൽ ഇൻകം എക്സീഡ്സ് 1 crore rupees, marginal relief, the provisions of marginal relief is also applicable to firms. പിന്നെ നമ്മൾ ടാക്സിൻ്റെയും സർചാർജിൻ്റെയും മുകളിൽ വി കമ്പ്യൂട്ട് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് അറ്റ് ദ റേറ്റ് ഓഫ് 4%. അപ്പോൾ ഓൾട്ടർനേറ്റ് മിനിമം ടാക്സിൻ്റെ ഒരു വീഡിയോ ഓൾറെഡി വീഡിയോ അല്ല, ലൈവ് ക്ലാസ്സിലാണ് തോന്നുന്നത്. ഐ പ്രൊവൈഡഡ് യു ദ ഡീറ്റെയിൽസ്. അപ്പോൾ ഓൾട്ടർനേറ്റ് മിനിമം ടാക്സ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യേണ്ട ഡീറ്റെയിൽസൊക്കെ നമ്മൾ അസസ്മെൻറ്റ് ഓഫ് ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സ് ഓഫ് ഇൻഡിവിജ്വൽസ് ഡിസ്കസ് ചെയ്ത് അത് എല്ലാ SSCസിനും AMT ഈസ് അപ്ലിക്കബിൾ ടു ഓൾ SSCs അതർ ദാൻ കമ്പനീസ്. കമ്പനീസിൻ്റെ കേസിലാവുമ്പോൾ അത് മിനിമം ഓൾട്ടർനേറ്റീവ് ടാക്സ് ആണ്. ഇൻസ്റ്റെഡ് ഓഫ് AMT ദർ ഈസ് MAT. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫേമിൻ്റെ അസസ്മെൻറ്റായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള തിയറി പോർഷൻസ്. ആൻഡ് ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ടു യു. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് തിങ്സ് എന്ന് പറയുന്നത് 2 ടൈപ്പ് ഓഫ് ഫേംസ് ആണ്, 184 ആൻഡ് 185. എല്ലാ ഫേംസിനെയും ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ആണെങ്കിലും അല്ലാത്തതാണ് അൺലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ആണെങ്കിലും എല്ലാത്തിനെയും നമ്മൾ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യും. ഫേംസ് ഫാളിങ് അണ്ടർ 184 ആൻഡ് ഫേംസ് ഫാളിങ് അണ്ടർ 185. 184ൽ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. 184ൽ വന്നില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി 185ൽ വരും. 184ൽ വരുന്ന ഫേംസിനൊക്കെ എന്ത് കിട്ടും? ഇൻട്രസ്റ്റ് ആൻഡ് റെമ്യൂണറേഷൻ. ഇത് രണ്ടും പെയ്ഡ് ടു ദി പാർട്ട്നേഴ്സ്. they can deduct while computing their business income. അല്ലെ, ഫേമിൻ്റെ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റും റെമ്യൂണറേഷനും അവർക്ക് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റും. 185ൽ വരുമ്പോൾ അത് ഡിഡക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അങ്ങനെ ഡിഡക്റ്റ് ചെയ്യുമ്പോൾ സെക്ഷൻ 40Bയിലെ പ്രൊവിഷൻസും കൂടെ കംപ്ലൈ ചെയ്യണം. 40Bയിൽ മാക്സിമം ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത് 12% ആണ്. അതുപോലെ റെമ്യൂണറേഷൻ എത്രയാണെന്നുള്ളതും എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുക എന്നുള്ളതിൻ്റെ ലിമിറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ആക്ച്വൽ റെമ്യൂണറേഷനായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഫേമിൻ്റെ ബിസിനസ് ഇൻകം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ.